നമസ്കാരം. പ്രഭാത വാർത്ത ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. നോക്കാം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആദ്യം. Co-sponsored by Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുവെങ്കിലും ബി.ജെ.പി ഇതുവരെ 19 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരിടുന്ന കാലതാമസത്തിൽ വടക്കൻ ബംഗാളിലെ ബി.ജെ.പി നേതാക്കൾ അതൃപ്തി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് വൈകുന്നുവെന്ന ആശങ്കയാണ് നേതാക്കൾ പങ്കുവച്ചത്. ബംഗാളിൽ 35 സീറ്റുകളിലാണ് ബി.ജെ.പി വിജയം ലക്ഷ്യമിടുന്നത്. ദക്ഷിണേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി ഉടൻ പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. മൂന്നാം ഘട്ട സ്ഥാനാർത്ഥികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് സമിതി നാളെ ചേരും. മഹാരാഷ്ട്ര കൂടാതെ ഉത്തർപ്രദേശ് സീറ്റിലും കോൺഗ്രസ് തീരുമാനമെടുക്കും. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്നതിലും പ്രിയങ്ക റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും ആണ് ആകാംക്ഷ നിലനിൽക്കുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപന സമ്മേളനത്തിന് പിന്നാലെ മത്സരിക്കുന്ന വയനാട് ഉൾപ്പെടെ മറ്റ് മണ്ഡലങ്ങളിലെ പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധി സജീവമാകും. ആദ്യ 2 ഘട്ടങ്ങളിലായി 82 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത്. മുംബൈയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി നടക്കും. വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് റാലി നടക്കുക. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ടതാണ് റാലി. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, എസ്.പി നേതാവ് അഖിലേഷ് യാദവ്, ആർ.ജെ.ഡി നേതാവ് തേജസ്വി യാദവ് അടക്കമുള്ള നേതാക്കൾ റാലിയിൽ പങ്കെടുത്തേക്കും. രാവിലെ 8 മണിയോടെ മഹാത്മാഗാന്ധിയുടെ ഭവനമായ മണി ഭവനിൽ നിന്ന് ഓഗസ്റ്റ് ക്രാന്തി മൈതാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ന്യായ് സങ്കൽപ് പദയാത്ര നടത്തും. വിവിധ മേഖലകളിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ വ്യക്തികളുമായി തേജ്പാൽ ഹാളിൽ രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിലെ സീറ്റ് ചർച്ചകൾ 2 ദിവസത്തിനകം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പൌരത്വ ഭേദഗതി നിയമം മുതൽ വന്യമൃഗ ശല്യം വരെ ചർച്ചയാകും. പൌരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസിന്റേത് നിലപാടില്ലായ്മയെന്ന് സർക്കാർ ആരോപിക്കുമ്പോൾ സർക്കാരിന് ഇരട്ടത്താപ്പെന്ന് കോൺഗ്രസ് വാദം. ഭാരത് റൈസിന് ബദലായി കൊണ്ടുവന്ന കെ റൈസും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ശക്തമായ സ്ഥാനാർത്ഥികളെ തന്നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ട CPIM-നേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇക്കുറി പക്ഷേ ഇടത് ക്യാമ്പ് കൂടുതൽ ആത്മവിശ്വാസത്തിലാണ്. CAA, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വർഗീയ ആക്ഷേപങ്ങൾ എന്നിവയാണ് പ്രധാന പ്രചാരണ വിഷയം. നേതാക്കളുടെ BJP-യിലേക്കുള്ള കൊഴിഞ്ഞുപോക്ക് ചെറിയ തലവേദനയല്ല കോൺഗ്രസിന്. SFIക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരം, അഴിമതി ആരോപണങ്ങൾ, സപ്ലൈകോ വിഷയങ്ങൾ, വന്യജീവി ആക്രമണം, പെൻഷൻ മുടക്കം തുടങ്ങി സംസ്ഥാന സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ഒട്ടനവധി വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. ഭാരത് അരിക്ക് പകരം കെ അരി കൊണ്ടുവന്ന് സർക്കാർ പ്രതിരോധം തീർത്തെങ്കിലും പെൻഷൻ മുടങ്ങിയത് വലിയ തോതിൽ ചർച്ചയാകും. കേരളത്തിൽ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറക്കാനാണ് BJP-യുടെ ശ്രമം. കേരളത്തിൽ നിന്ന് 2 അക്കമുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. തൃശൂരിലും തിരുവനന്തപുരത്തുമാണ് BJP-യുടെ നോട്ടം. മാസങ്ങൾക്ക് മുൻപേ തന്നെ പ്രധാനമന്ത്രി തൃശൂരിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചതും ശക്തമായ പോരാട്ടം ലക്ഷ്യം വെച്ചായിരുന്നു. 2019 തിരിച്ചടിക്ക് പകരം വീട്ടാൻ സംസ്ഥാനത്ത് ഇടത് ക്യാമ്പ് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും ഇറക്കിയാണ് 2019 പ്രകടനം ആവർത്തിക്കാൻ കോൺഗ്രസിന്റെ പോരാട്ടം. 24 തിരുവനന്തപുരം. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് അന്തസ്സില്ലെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ്. പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ജോയ്സിന്റെ പ്രസ്താവനയാണ് ഡീൻ കുര്യാക്കോസിനെ പ്രകോപിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ജോയ്സ് ജോർജ് വീഡിയോ പങ്കുവച്ചത്. പാർലമെന്റിൽ CAA എതിർത്ത് വോട്ട് ചെയ്യാത്തയാൾ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഉപവാസ സമരവുമായി എത്തിയത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയെന്നായിരുന്നു ജോയ്സ് ജോർജിന്റെ ചോദ്യം. മതം പൗരത്വത്തിന് മാനദണ്ഡമാകുന്ന ഒരു നിയമം പാസാക്കിയ ഘട്ടങ്ങളിൽ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായും അതിനെതിരായി പ്രതികരിക്കുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസ നാടകങ്ങൾ നടത്തുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് UDF സ്ഥാനാർത്ഥിയല്ല,
അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് പാർലമെന്റിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ പാർലമെന്ററി രേഖകളിൽ ഉണ്ടെന്നും ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചു. ഞാൻ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാർലമെന്ററി രേഖകൾ. ഇദ്ദേഹം ഇത് പരിശോധിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. പൗരത്വ നിയമ ഭേദഗതി ഇടുക്കിയിലും പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കാനാണ് മുന്നണികളുടെ ശ്രമം. 24 ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ചയാക്കിയുള്ള പ്രചാരണം ശക്തമാക്കി UDF. രണ്ടാം ഘട്ടത്തിൽ മണ്ഡലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള വടകരയിൽ തുടർച്ചയായി 3 തവണ UDF വിജയിച്ചതിനു പിന്നിൽ TP എന്നൊരു സാന്നിധ്യമുണ്ട്. 2009 സ്വതന്ത്രനായി മത്സരിച്ച് 20,000-ലേറെ വോട്ട് നേടി LDF പരാജയത്തിൽ നിർണായക പങ്കുവഹിച്ചുവെങ്കിൽ 2014-ലും 2019-ലും TP അദൃശ്യ സാന്നിധ്യമായി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും TP കൊലപാതകം തന്നെയാണ് മുഖ്യ പ്രചാരണായുധമെന്നത് UDF ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. പല മാധ്യമങ്ങളുടെയും ഇന്റർവ്യൂവിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ TP കേസ് പറയൂ? ഞാൻ അവരോടൊരു ചെറിയ തിരുത്ത് മാത്രമേ ഞാൻ അതിനകത്ത് വരുത്തിയുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ആ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാചകം അതിന്ന് മാറ്റി നിർത്തുക. ഞങ്ങൾ TP കേസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ TP കേസ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ TP കേസ് നാളെയും പറയും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ അതിനകത്ത് സ്റ്റാൻഡ് 1 അല്ല 2 അല്ല 3 അല്ല, തെരഞ്ഞെടുപ്പിൽ ജയമല്ല തോൽവിയല്ല, നാളെ മത്സരിക്കാൻ തന്നെ പറ്റാതായാലും പറയേണ്ടടുത്ത് അത് പറയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. TP കേസ് കേരളത്തോട് പറയുന്നത് എന്ന പേരിൽ വടകരയിൽ നടത്തിയ പൊതുയോഗം ക്യാമ്പയിന്റെ തുടക്കമാണ്. ഈ തരത്തിൽ മണ്ഡലത്തിലാകെ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രചാരണത്തെ ഇടതുമുന്നണി എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പോര് കനക്കുമ്പോൾ പത്തനംതിട്ടയിൽ ആരോപണ പ്രത്യാരോപണവുമായി മുന്നണികൾ. ഡോക്ടർ TM തോമസ് ഐസക് സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറുകൾക്കെതിരെ തലമുട്ടിയടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. PSC ഉദ്യോഗാർത്ഥികൾക്കായി ഒന്നും ചെയ്യാതെ ജോബ് ഫെയർ നടത്തുന്ന തോമസ് ഐസക് തട്ടിപ്പുകാരനാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ചൂടിനൊപ്പം പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചൂടും കനക്കുകയാണ്. ഇവിടെ ആകെ ചർച്ച മൈഗ്രേഷൻ കോൺക്ലേവും വിജ്ഞാന പത്തനംതിട്ട പദ്ധതിയുമാണ്. ഐസക് കൊണ്ടുവന്ന വിജ്ഞാന പത്തനംതിട്ട പദ്ധതി തട്ടിപ്പെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആക്ഷേപം. തിരിച്ചടിച്ച ഇടതുപക്ഷവും രംഗത്തുണ്ട്. ചുരുങ്ങിയത് 1 മാസം കൊണ്ട് 10,000 പേർക്കെങ്കിലും വിദേശത്തും സ്വദേശത്തുമായി തൊഴിൽ നൽകുമെന്ന മൈഗ്രേഷൻ കോൺക്ലേവ് പ്രഖ്യാപനമാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രത്യേകം ജോബ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചാണ് രജിസ്ട്രേഷൻ. ഇത് പക്ഷേ തട്ടിപ്പെന്നാണ് യൂത്ത് കോൺഗ്രസുകാർ പറയുന്നത്. ഈ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബിജിനാണ് വിട്ടിരിക്കുന്നത്. ഇതുവരെയും നിയമനം കിട്ടിയിട്ടില്ല. മണ്ണ് വാരി തിന്നും തലമുണ്ടനം ചെയ്തും മുട്ടിലിഴഞ്ഞുമൊക്കെ നടക്കുന്ന ഏകദേശം കാലയളവോളം നടത്തിയ സമരം നമ്മളെല്ലാവരും കണ്ടതാണ്. വളരെ വേദനാജനകമായ ഒരു സമരം. ആ സമരം നിലനിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട തോമസ് ഐസക്കും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സർക്കാരും അടക്കമുള്ള ആളുകൾ ഈ പത്തനംതിട്ടയിൽ വന്ന് ഇങ്ങനെ ഒരു പക്ക പൊളിറ്റിക്കൽ ഗിമ്മിക്ക് കാണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സലീൽ സാലിയുടെ നേതൃത്വത്തിൽ തലമുണ്ടനം ചെയ്തായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വകവയ്ക്കുന്നില്ലെന്നും തൊഴിൽദാന പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണെന്നും മൈഗ്രേഷൻ കോൺക്ലേവ് ഭാരവാഹികളും പറഞ്ഞു. ആരോപണങ്ങൾ ഇത് നടത്തപ്പോൾ ആരോപണമൊന്നും പറഞ്ഞില്ലല്ലോ. തോമസ് ഐസക് സാർ ഇവിടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ലേ ആരോപണം വെച്ചത്. ഇത് പരിപാടി നടന്നത് നവംബറിൽ പരിപാടി പ്ലാൻ ചെയ്ത് ജനുവരി മാസത്തിൽ പൂർത്തീകരിച്ച പരിപാടിയാണ്. അന്നങ്ങ് ഉന്നയിക്കാത്ത ആരോപണങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയം നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാന നോളജ് മിഷനാണ് വിദേശത്തുള്ള വിവിധ സ്വകാര്യ കമ്പനികളെ ക്രോഡീകരിച്ച് ജോബ് ഫെയറിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും രാഷ്ട്രീയ വിവാദം തെരഞ്ഞെടുപ്പ് തീരും വരെ ആളിക്കത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പേരാമ്പ്ര സ്വദേശി അനുവിന്റെ ദുരൂഹമരണത്തിൽ മലപ്പുറം സ്വദേശി കസ്റ്റഡിയിൽ. മോഷണത്തിനിടെയാണ് കൊലപാതകം. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ പ്രതിയുടെ ആക്രമണത്തിൽ പോലീസുകാരന് പരുക്കേറ്റു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്.
അഭിജിത്ത്, ഈ പ്രഭാതത്തിൽ അത്ര നല്ല വാർത്തയല്ല പങ്കുവയ്ക്കാനുള്ളത്. എങ്കിലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട്. ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത്? തീർച്ചയായും പ്രവിത, പേരാമ്പ്രയിലെ അനുവിന്റെ മരണം കൊലപാതകമാണെന്ന ദുരൂഹത നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. ബന്ധുക്കളും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ അനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് മുട്ടറ്റം മാത്രമാണ് വെള്ളമുണ്ടായിരുന്നത്. തോട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒപ്പം അനുവിന്റെ ആഭരണങ്ങളും കാണാതായിരുന്നു. ഇത് കൊലപാതകം എന്ന സംശയത്തിലേക്ക് പോലീസിനെ ഉൾപ്പെടെ എത്തിച്ചത്. നിലവിൽ ഇതിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം സ്വദേശിയാണ് പിടിയിലായത്. ഇയാൾ മോഷണ ശ്രമത്തിനിടെ അനുവിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ പോലീസ് നടത്തും. അതിനുശേഷമായിരിക്കും ഇയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മളുമായി അല്ലെങ്കിൽ പുറത്തുവിടുകയുള്ളൂ പോലീസ്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊലപാതകം എന്ന സംശയം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിനുണ്ടായിരുന്നു. തുടർന്ന് CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ മലപ്പുറം സ്വദേശി പിടിയിലായിരിക്കുന്നത്. പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. സെർവർ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. പോസ്റ്റ് മെഷീനിലെ തകരാർ പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കാതെ ആയതോടെയാണ് മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത്. തകരാർ പരിഹരിച്ച് മുഴുവൻ കാർഡുടമകൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ലഭ്യമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. റേഷൻ മസ്റ്ററിംഗിനെ സംബന്ധിച്ചുള്ള വ്യാജ പ്രചാരണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയണം. സപ്ലൈകോയിൽ ഈ മാസം അവസാനം സബ്സിഡി സാധനങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴക്കേസിൽ സർവകലാശാല യൂണിയൻ ഭരിക്കുന്ന SFIക്കുള്ളിലും ഭിന്നത. കോഴക്കേസിന് പിന്നിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗമെന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പരാതി SFIയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പ്രശ്നം വഷളാക്കേണ്ട എന്ന് ഒരു വിഭാഗം നിലപാടെടുക്കുമ്പോൾ മറ്റൊരു വിഭാഗം പ്രശ്നം ഗൌരവമായാണ് കാണുന്നത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് CPIM നേതൃത്വത്തിന്റെ നീക്കം. മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ കടുത്ത നടപടിയുണ്ടാകും. അതേസമയം ആത്മഹത്യ ചെയ്ത വിധികർത്താവ് PN ഷാജിക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് പരാതി പോലീസ് കാര്യമായി അന്വേഷിക്കുകയാണ്. സർവകലാശാലയിലെയും കലോത്സവ വേദികളിലെയും CCTV ദൃശ്യങ്ങളും മറ്റ് വിധികർത്താക്കളെയും അധ്യാപകരെയും സംഘാടക സമിതിയിലെ ചില വിദ്യാർത്ഥികളോടും ഇത് സംബന്ധിച്ച് പോലീസ് വിവരങ്ങൾ അന്വേഷിക്കും. സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടും. അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് നിർദ്ദേശിക്കണമെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടണമെന്നും അമിക്കസ് ക്യൂറിമാരായ TB വിനു, പൂജ മേനോൻ, S വിഷ്ണു എന്നിവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിഷയം നാളെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കും. തീപിടുത്തമടക്കമുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് 2 ജഡ്ജിമാരും കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സന്ദർശനം നടത്തിയിരുന്നു. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. റമദാൻ കാലത്ത് ആശുപത്രികളിലും മറ്റും എത്തുന്നവർക്ക് നോമ്പ് തുറക്കാൻ കൈത്താങ്ങാവുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദി സലാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഓരോ ദിവസവും സൗജന്യമായി നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നത്. അപ്രതീക്ഷിതമായി രോഗികളായി മാറിയവർ, അവർക്കൊപ്പം ഒരു കൈ സഹായമായി കൂട്ടിരിക്കുന്നവർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലം നോമ്പു തുറക്കാൻ പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസകരങ്ങൾ നീട്ടുകയാണ് സന്നദ്ധ സംഘടനയായ സഹായി വാദി സലാം. ഇഫ്താർ പ്രോഗ്രാം തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. ഓരോരോ വർഷങ്ങളിലും ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. കാരണം കാഷ്വാലിറ്റി ഇപ്പോൾ ഇവിടെ അതിനുശേഷം ഫ്രണ്ടിൽ തന്നെ അതിനുശേഷം എല്ലാവരും നോമ്പ് തുറക്കാൻ ആശ്രയിക്കുന്ന ഇവിടെയാണ്. ഇവിടെ വരുന്ന യാത്രക്കാർ, ഇതുവഴി പോകുന്ന മറ്റ് ദൂരങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഇപ്പോൾ നോമ്പ് തുറക്കാൻ വിഷമിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമ്മൾ ഈ വിഭവങ്ങൾ കൊടുക്കുകയാണ്. വൈകിട്ട് 4 മണി മുതൽ ഈത്തപ്പഴം, വിവിധതരം പഴങ്ങൾ, ബിരിയാണി, ജ്യൂസുകൾ എന്നിവ വിതരണം ചെയ്തു തുടങ്ങും.
മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, ഡോക്ടർമാർ, മറ്റു ജോലിക്കാർ തുടങ്ങി 2000-ഓളം പേർക്കാണ് ദിവസവും നോമ്പുതുറ ഒരുക്കുന്നത്. മെഡിക്കൽ കോളേജ് മർക്കസ് മസ്ജിദിലാണ് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇഫ്താർ വിരുന്ന് നടക്കുന്നത്. 24 കോഴിക്കോട്. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ഇന്ത്യൻ ടീം സൗദിയിലെത്തി. വ്യാഴാഴ്ച അബഹയിൽ വെച്ചാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം. സൗദിയിലെ എല്ലാ ഇന്ത്യക്കാരും പിന്തുണയ്ക്കണമെന്ന് ഇന്ത്യൻ ടീമിലെ മലയാളി താരം സഹൽ അബ്ദുസമദ് അഭ്യർത്ഥിച്ചു. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരത്തിനായാണ് ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം സൗദിയിലെത്തിയത്. മാർച്ച് 21 വ്യാഴാഴ്ചയാണ് മത്സരം. അബഹയിലെ ദമക് സ്റ്റേഡിയത്തിൽ രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. കഴിഞ്ഞ ദിവസം അബഹയിലെത്തിയ ഇന്ത്യൻ ടീം പരിശീലനം ആരംഭിച്ചു. കോച്ച് അന്റോണിയസ് ടിമാക്, മാനേജർ വേലു, ക്യാപ്റ്റൻ സുനിൽ ഛേത്രി എന്നിവരുടെ നേതൃത്വത്തിൽ 23 താരങ്ങളാണ് സൗദിയിലെത്തിയിരിക്കുന്നത്. മോഹൻ ബഗാൻ താരം സഹൽ അബ്ദുസമദാണ് ടീമിലെ മലയാളി സാന്നിധ്യം. മത്സരവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ 24-മായി പങ്കുവച്ച സഹൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. നമ്മൾ ഇന്നലെ നാഷണൽ ടീം ഇവിടെ എത്തി, അബഹയിലെത്തി. എല്ലാം അടിപൊളിയാണ്. ഫെസിലിറ്റി, ഹോട്ടല്, ട്രെയിനിങ് ഗ്രൗണ്ട് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരും സപ്പോർട്ടും വേണം. ഈ വരുന്ന കളിക്ക് നമ്മളെല്ലാവരും മാക്സിമം ഉഷാറായിട്ട് കളിക്കാൻ ശ്രമിക്കും. ഇൻഷാല്ലാ ഗ്രൗണ്ടിൽ എല്ലാവരും കാണാം. മത്സരം കാണാൻ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കളി കാണാനുള്ള ആവേശത്തിലാണ് മേഖലയിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ. നമ്മുടെ അസീർ റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യന്റെ നാഷണൽ ടീം ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടി വരുന്നത്. നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ഫുട്ബോൾ കളിക്കാരും എല്ലാവരും വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ കളി കാണാൻ. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും, ജിസാൻ, അതുപോലെ നജറാൻ, ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ കളി കാണാൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം, ഇപ്പോൾ മോഹൻ ബഗാന്റെ പ്ലെയറുമായ സഹൽ അബ്ദുസമദ് കളിക്കുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് എല്ലാം ഒരു ആവേശമാണ്. അപ്പം അസീർ റീജിയനിലെ എല്ലാവരും മാക്സിമം വന്ന് ഈ കളിയെ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഒരു ആവശ്യമാണ്, ഒരു ഇന്ത്യൻ ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ നടക്കേണ്ടിയിരുന്ന മത്സരം സാങ്കേതിക കാരണങ്ങളാൽ സൗദിയിലേക്ക് മാറ്റുകയായിരുന്നു. ഗ്രൂപ്പിൽ നേരത്തെ ഖത്തറുമായി പരാജയപ്പെട്ട ഇന്ത്യ കുവൈത്തുമായുള്ള മത്സരത്തിൽ വിജയിച്ചിരുന്നു. അബഹയിൽ നിന്നും റസാഖ് നഷരിക്കൊപ്പം ജലീൽ കണ്ണമംഗലം, 24. പ്രൈം വോളിബോൾ ലീഗിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കാലിക്കറ്റ് ഹീറോസ് ഇന്നിറങ്ങും. രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ അഹമ്മദാബാദ് ഡിഫൻഡേഴ്സാണ് എതിരാളികൾ. 4-ൽ 3 കളിയും ജയിച്ച് 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് കാലിക്കറ്റ് ഹീറോസ്. ഒരു ജയം മാത്രമുള്ള നിലവിലെ ചാമ്പ്യന്മാരായ അഹമ്മദാബാദ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. IPL ആവേശത്തിലേക്ക് കടന്നുകഴിഞ്ഞു ക്രിക്കറ്റ് ലോകം. IPL ടീമുകളെ വിശദമായി പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിലേക്കാണ് ഇനി. ഇന്ന് 3 മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് അറിയാം. മുംബൈ ഇന്ത്യൻസ് IPL ചരിത്രത്തിൽ ആദ്യമായി 5 തവണ ജേതാക്കളായ ടീം. ക്രിക്കറ്റ് ദൈവം സച്ചിന്റെ സ്വന്തം സംഘം. ഞെട്ടിച്ച മാറ്റങ്ങളുമായാണ് മുംബൈ ഇന്ത്യൻസ് സീസണിനൊരുങ്ങുന്നത്. പ്ലെയർ ട്രേഡിലൂടെ ഗുജറാത്ത് നായകൻ ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കുന്നു. ടീമിനെ ഇന്നു കാണുന്ന മുംബൈ ഇന്ത്യൻസ് ആക്കി മാറ്റിയ രോഹിത് ശർമ്മയെ വെട്ടി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കുന്നു. ആരാധകരെ ഇത് ചെറുതൊന്നുമല്ല ചൂടിപ്പിച്ചത്. ലക്ഷക്കണക്കിന് ആരാധകരാണ് മുംബൈയെ സമൂഹ മാധ്യമങ്ങളിൽ അൺഫോളോ ചെയ്തത്. ബാക്കിയുള്ള ആരാധകരെ തൃപ്തിപ്പെടുത്താൻ കിരീടം തന്നെ വേണം ഹാർദിക് പാണ്ഡ്യയ്ക്കും മുംബൈ മാനേജ്മെന്റിനും. പതിവ് പോലെ ഒരു മിനി ഇന്ത്യൻ ടീം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ്. രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ. ഫിനിഷറുടെ റോളിൽ ഓസ്ട്രേലിയൻ താരം ടിം ഡേവിഡ്. കഴിഞ്ഞ 2 സീസണുകളിലും ബൗളിംഗ് നിരയിലെ പോരായ്മയാണ് മുംബൈക്ക് തിരിച്ചടിയായത്. ഇത്തവണ ദക്ഷിണാഫ്രിക്കൻ താരം ജെറാൾഡ് കോട്സിയ, ശ്രീലങ്കൻ താരങ്ങളായ ദിൽഷൻ മധുശങ്ക, നുവാൻ തുഷാര എന്നിവരെ കൂടിയെത്തിച്ച കരുത്തുകൂട്ടിയിട്ടുണ്ട് മുംബൈ. അഫ്ഗാൻ താരം മുഹമ്മദ് നബിയുടെ ഓൾറൗണ്ട് സേവനവും ഇത്തവണ മുംബൈക്കുണ്ട്. കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിച്ച നമ്മുടെ സ്വന്തം വിഷ്ണു വിനോദും മുംബൈക്കൊപ്പമുണ്ട്. 24-ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ സൂപ്പർ ക്ലാഷോടെയാണ് മുംബൈയുടെ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക.